Hello, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നെക്ക് ഡിസൈൻ ആണ്. 1 rupeesന്റെ കോയിൻ വെച്ചിട്ട് ഞാൻ ഇതിനെ ചുറ്റും വരച്ചിട്ടുണ്ട്. ഈ മൂന്ന് കളേഴ്സ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ബ്ലൂ കളറിൽ ഞാൻ 6 സ്റ്റാൻഡ്സ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ഇടാണ് ചെയ്യുന്നത്. ഒരു 6 to 7 ഫ്രഞ്ച് നോട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പിങ്ക് കളറിൽ ലേസി ഡേസി ഇതിന് ചുറ്റും കൊടുക്കുകയാണ്. ഫ്രഞ്ച് നോട്ടിന് പുറത്തൂടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഒരു പിങ്ക് ഒരു വയലറ്റ് അങ്ങനെയാണ് ഈ ഫ്ലവേഴ്സ് മുഴുവൻ കൊടുത്തിട്ടുള്ളത്, നെക്കിൽ ഫുള്ളും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലോടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ 2 ഫ്ലവറിൻ്റെ ഗ്യാപ്പിൽ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഗ്യാപ്പിൽ കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നേന്നുള്ളൂ. പിന്നെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ അകത്ത് ഫ്രഞ്ച് നോട്ട് ചെയ്തതിൻ്റെ ഗ്യാപ്പിൽ ബീഡ്സ് കൊടുത്ത് ഫില്ല് ചെയ്യുക. എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബീഡ്സ് ഫ്രഞ്ച് നോട്ടിൻ്റെ മുകളിലൂടെ ആയിട്ടും കൊടുക്കാം. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫ്രഞ്ച് നോട്ട് മാത്രം കൊടുത്തില്ല, അതിന് ചുറ്റും നമ്മൾ ബീഡ്സ് കൊടുക്കുക. ഒരു 5 to 6 ബീഡ്സ് അതിന് ചുറ്റും കൊടുക്കുക.
പിന്നെ അതിൻ്റെ സൈഡ്സിൽ 2 ബീഡ് കൂടെ കൊടുത്താൽ കംപ്ലീറ്റ് ആവും. സെയിം നെക്സ്റ്റ് ഫ്ലവറും അങ്ങനെ തന്നെ ചെയ്യാം. ഗ്യാപ്പിൽ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. ഫ്രഞ്ച് നോട്ടിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് ബീഡ്സ് കൊടുക്കാം. ഈ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ബോർഡറിലും ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാറ്റേൺ. ഇത് ഞാൻ ബോർഡറിൽ